വചനം 153. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുവിൻ, ബിസ്സബ്രി, സഹനം കൊണ്ട്, വസ്സലാത്തി, നമസ്കാരവും, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ഹേ വിശ്വസിച്ചവരെ, ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ, നിശ്ചയമായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമായിരിക്കും. 153 വചനത്തിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനത്തിൽ അള്ളാഹുവിനെ ഓർക്കുവാനും അവനോട് നന്ദി കാണിക്കുവാനും പറഞ്ഞ ശേഷം ഈ വചനത്തിൽ ക്ഷമയും നമസ്കാരവും മുറുകെ പിടിക്കുവാനും അതുവഴി സഹായം തേടിക്കൊള്ളുവാനും ഉപദേശിക്കുന്നു. ക്ഷമയുള്ളവരുടെ പക്ഷത്തായിരിക്കും അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ കാര്യം പ്രത്യേകം ഊന്നിപ്പറയുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹാശിസ്സുകളും അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് താൽപ്പര്യം. അനുഗ്രഹത്തിലും സന്തോഷത്തിലും നന്ദി എന്ന പോലെ പരീക്ഷണങ്ങളിലും വിഷമങ്ങളിലും ക്ഷമ കൈക്കൊള്ളൽ സത്യവിശ്വാസിയുടെ സ്വഭാവമായിരിക്കേണ്ടതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യം തന്നെ, അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. അവന് സന്തോഷകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ നന്ദി കാണിക്കുന്നു, അപ്പോൾ അതവന് ഗുണമായിത്തീരുന്നു. അവന് ഉപദ്രവകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യും, അപ്പോൾ അതും അവന് ഗുണമായിത്തീർന്നു. മുസ്ലിം. ക്ഷമയെക്കുറിച്ചും അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമുള്ള വളരെ ഖുർആൻ വചനങ്ങളും നബിവാക്യങ്ങളും കാണാവുന്നതാണ്. നമസ്കാരമാകട്ടെ ശാരീരികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായ കർമ്മമാകുന്നു. അള്ളാഹുവുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ഭക്തിനിർഭരമായ പ്രാർത്ഥനയുമാകുന്നു അത്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പ്രത്യേകം വില കൽപ്പിക്കുമെന്നതിൽ സംശയിക്കുവാനില്ല. വല്ല അനിഷ്ട സംഭവങ്ങളും നേരിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ അഭയം പ്രാപിച്ചിരുന്നതായി അഥവാ വേഗം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുള്ളതും അതുകൊണ്ടാകുന്നു. ഈ വചനത്തിൻ്റെ വിവരണത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ പലതും 45 വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഓർക്കുക.